നമ്മുടെ വീടുകളിലൊക്കെ പച്ചക്കറിയൊക്കെ കുറെ ദിവസം വെച്ച് കഴിഞ്ഞാൽ കേടുവരാറുണ്ട്. അങ്ങനെ കേടുവന്നു കഴിഞ്ഞാൽ പച്ചക്കറി എല്ലാം നമ്മൾ എടുത്ത് ഒഴിവാക്കാറും പതിവാണ്. ഈ പച്ചക്കറികൾക്കിടയിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ ഒഴിവാക്കുന്ന ഒരു സാധനമാണ് ഉള്ളി. അപ്പൊ ഉള്ളിയൊക്കെ പെട്ടെന്ന് കേട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കാതെ വേഗം ഒഴിവാക്കാറാണ് പതിവ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഉള്ളി ഉപയോഗിച്ച് എങ്ങനെ കേടുവന്ന ഉള്ളി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ലൊരു ഫെർട്ടിലൈസർ ആണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെടികളിൽ പൂടാത്ത പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് പരിഹരിക്കാൻ പറ്റും. ചെടികളൊക്കെ നന്നായിട്ട് പൂട്ട് വരും. അപ്പൊ നമുക്കിതിന് വേണ്ടത് കേടുവന്ന ഉള്ളിയാണ് വേണ്ടത്. കേടുവന്ന ഉള്ളി ഇല്ലെങ്കിൽ കേടുവരാത്ത ഒരു ഉള്ളി നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. വലിയ ഉള്ളി, അതായത് സവാളയാണ് ഇതിന് വേണ്ടത്. ഇങ്ങനെ സവാള എടുത്ത ശേഷം ഈ സവാള കേടുവന്ന സവാളയാണെങ്കിൽ പ്രശ്നമില്ല. ഒരു 200 ml വെള്ളത്തിൽ നമ്മൾ ഈ സവാള വന്നിട്ട് ചെത്തിയിടുക. ഇങ്ങനെ ചെത്തിയിട്ട സവാള വെള്ളത്തിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ ചായ ഉണ്ടാക്കാറില്ല. അപ്പോൾ ചായ ഉണ്ടാക്കിയ ശേഷം നമ്മൾ ഒഴിവാക്കുന്ന ചായ ചണ്ടി, അതായത് ചായപ്പൊടിയുടെ ഈ ചണ്ടി ഉണ്ടല്ലോ, വേസ്റ്റ് സാധനം, ആ വേസ്റ്റ് സാധനം നമ്മൾ ഒരു 4-5 സ്പൂൺ നമുക്ക് ആ സാധനം കിട്ടിയാൽ മതി. അത് നമ്മൾ ഇതിലേക്ക് ഇടുക. ശേഷം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ 2 കോഴിമുട്ടയുടെ തോട് വേണം. ഈ 2 കോഴിമുട്ടയുടെ തോട് നമ്മൾ നന്നായിട്ട് പൊടിച്ചിട്ട് ഇതിലിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യാം. ഒരാഴ്ച ആകുമ്പോഴേക്കും നന്നായിട്ട് ഇത് ഇതിലേക്ക് ഇടുന്നിട്ട് നന്നായിട്ട് ഒരു പ്രത്യേക കളറൊക്കെ വന്നിട്ട് ഒരു രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. ഈ സാധനമാണ് നമ്മൾ ഉപയോഗിക്കേണ്ട സാധനം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ വേസ്റ്റ് ആയി കിടക്കുന്ന ബാക്കിയുള്ള സാധനങ്ങൾ ഉണ്ടാവും. മുട്ടത്തോടുണ്ടാകും, അതുപോലെ ചായയുടെ ചണ്ടി ഉണ്ടാകും, അതുപോലെ കമ്പോസ്റ്റിംഗ് ആയി കിടക്കുന്ന കുറെ ഉള്ളിയുടെ സാധനങ്ങളും പാർട്ടിക്കിൾസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഇന്ന് അരിച്ച് മാറ്റിയെടുക്കുക. ഇങ്ങനെ അരിച്ച് മാറ്റിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക നിറത്തിലുള്ള ദ്രാവകം നമുക്ക് കിട്ടും. അത് അല്പം ഒരു ചെറിയൊരു സ്മെല്ലുണ്ടാകും. സ്മെല്ലുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ദേഹത്ത് അയച്ചൊന്നും പ്രശ്നമില്ല. ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും ഇത് അതേപോലെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമുക്കൊന്ന് അല്പം ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. കാരണം ഇത് അത്രയ്ക്ക് ആ സ്ട്രോങ്ങിൽ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഏകദേശം 3 മടങ്ങ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അത് പച്ചക്കറികൾക്കാണെങ്കിൽ 2 മടങ്ങ് വെള്ളം ഒഴിച്ചിട്ട് ചെയ്താൽ മതി. ചെടികൾക്ക് ചോട്ടിലെല്ലാം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വഴി ചെടികളൊക്കെ നന്നായിട്ട് പൂക്കളിടും. പച്ചക്കറി ചെടികളൊക്കെ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെടി പൂത്ത് വരികയും അതുപോലെ ചായ പിടിച്ചു വരുന്നത്. ചിലവൊന്നും നമുക്കത് ഉണ്ടാക്കാൻ വരുന്നില്ല. വീട്ടിൽ കേടുവന്ന ഉള്ളിയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് കിട്ടും. ചായയുടെ ചണ്ടിയും വീട്ടിലുണ്ടാവും, അതും കിട്ടും. കോഴിമുട്ടയുടെ തോടും നമുക്ക് കിട്ടും. ഈ 3 സാധനങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു വളം നമുക്ക് കിട്ടും. വീട്ടിലൊക്കെ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഇന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പൂക്കുണ്ടാവും. നമുക്ക് വഴുതനങ്ങയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ധാരാളം പൂക്കുണ്ടാവും. നമ്മൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ നാളെ എല്ലാവരും അടുത്ത വീഡിയോ കാണുക. അപ്പം അതുവരെ ബൈ.